ചക്കക്കുരു കൊണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ അതേ ടേസ്റ്റിൽ ഒരു ഫ്രൈ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ചക്കക്കുരു ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ചക്കക്കുരു ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുന്നൊരു ടേസ്റ്റാണ് ഈ ഒരു ചക്കക്കുരു ഫ്രൈക്ക്. പിന്നെ സാധാരണ നമ്മൾ ചക്കക്കുരു കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവുകയുമില്ല ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. നമ്മുടെ ചക്കക്കുരു ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തൊലി കളയുമ്പോൾ ഇതിൻ്റെ ബ്രൗൺ കളറുള്ള തൊലിയില്ലേ, അത് ഒഴിവാക്കാൻ പാടില്ല. അതിൻ്റെ മുകളിലുള്ള വൈറ്റ് കളറുള്ള തൊലി മാത്രം ഒഴിവാക്കിയിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ മതിയാവും കേട്ടോ, കൂടുതലായിട്ട് വെന്ത് ഉടയാൻ പാടില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചക്കക്കുരു എത്ര അളവിലാണോ ഉള്ളത് അതേ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം കൂടി പോകാൻ പാടില്ല. ഇനി നമുക്ക് ഇത് ചക്കക്കുരു വേവിക്കാനായിട്ട് വെക്കാം. ഒരു വിസിൽ വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയും ഒരു തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ചക്കക്കുരുവിന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ആ സവാളയും ആ തക്കാളിയും ഉണ്ടല്ലോ, അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊന്നും കിടക്കാൻ പാടില്ല. ഉള്ളിയും തക്കാളിയൊക്കെ ശരിക്ക് അരഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം. നന്നായിട്ട് പേസ്റ്റ് ആവണം കേട്ടോ. സവാളയും തക്കാളിയും അതുപോലെ തന്നെ ആ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് എടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ചക്കക്കുരുവിൽ ഇട്ടതാണ്, പക്ഷെ എന്നാലും ഈ ഒരു പേസ്റ്റിലോട്ട് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് ഇട്ടതാണ്, എന്നാലും ഈ ഒരു പേസ്റ്റിലോട്ട് വേണ്ട മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തെങ്കിൽ നമ്മൾക്ക് ആ ചിക്കൻ ഫ്രൈയുടെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക തന്നെ വേണം. ആ ഒരു മസാലാസൊക്കെ റെഡി ആവണം. അപ്പോൾ ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയൊക്കെ ചേരുമ്പോഴാണ് ആ ഒരു ചിക്കൻ ഫ്രൈയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് ഇതിലോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യേണ്ടത്. ഇനി എല്ലാം ഒരേ അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 1 ടീസ്പൂണ് നമ്മുടെ അരിപ്പൊടി, നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മൈദ. 3 ഒരേ അളവിലെടുക്കുക. ഒരേ ടീസ്പൂൺ എടുത്താൽ മതി, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ വീതം എടുത്താൽ മതി. കോൺഫ്ലവർ, മൈദ, അരിപ്പൊടി. ഇനി ഇത് 3ഉം ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം ആ പൊടിയുടെ കട്ടയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം ഉടച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. എന്നാലേ നമ്മുടെ ചക്കക്കുരുവിൽ നല്ല പൊതിഞ്ഞിരിക്കത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ചക്കക്കുരു വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഞാൻ വറ്റിച്ചിട്ടൊന്നുമില്ല. ആ വെള്ളത്തോട് കൂടി ഞാൻ ചക്കക്കുരു ഈ ഒരു പേസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഈ പേസ്റ്റ് നല്ല തിക്കായല്ലേ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് ആ വെള്ളം നമുക്ക് ഇതിലേതെങ്കിലും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ചക്കക്കുരു വേവിച്ച ആ വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പേസ്റ്റിൽ ചക്കക്കുരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇപ്പോൾ ചക്കക്കുരു നല്ല ചൂടുണ്ട് കേട്ടോ. കാരണം ഇത് വേവിച്ച ഉടനെ തന്നെയാണ് നമ്മുടെ പ്രഷർ പോയതിന് ശേഷം ഉടനെ തന്നെയാണ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ടൈമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇനി വേണമെങ്കിൽ നമുക്കിതൊരു 10 15 അല്ലെങ്കിൽ അരമണിക്കൂറോ വെക്കാം. കാരണം ചക്കക്കുരുവിലോട്ട് നല്ലോണം മസാല പിടിക്കും. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇനി നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ചക്കക്കുരുവിലോട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പേസ്റ്റ് തയ്യാറാക്കിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് ഇത് ചക്കക്കുരു മൂടി നിൽക്കത്തക്കത്ത രീതിയിലുള്ള അത്ര അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ അല്ല, ആ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഷാലോ ഫ്രൈ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് എണ്ണ മതി, പക്ഷേ ഡീപ്പ് ഫ്രൈയും അല്ല ഞാൻ ചെയ്യുന്നത്. എന്നാലും ആ ചക്കക്കുരു മൂടുന്ന രീതിയിൽ പിന്നെ എണ്ണ ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. കാരണം നമുക്ക് ചക്കക്കുരു വന്നതാണ്, ഉൾവശം വേവാനൊന്നുമില്ല.
നമുക്കിതിൻ്റെ പുറം ഭാഗം ഒന്ന് മൊരിച്ചെടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ആ മൊരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചക്കക്കുരു ഫ്രൈൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം. ആ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയും വേണം. ഇനി നമുക്കിതുപോലെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. കൂടുതൽ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഒഴിച്ച എണ്ണ അതിൽ തന്നെ ബാക്കി ഉണ്ടാവും. നമുക്ക് വേറെ എന്തിനെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ഫിഷ് പൊരിക്കാനോ അല്ലെങ്കിൽ ഉടൻ തന്നെ എന്തിനെങ്കിലും താളിച്ചൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, കറി താളിച്ചൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കാം. പക്ഷെ തണുക്കുന്നതിന് മുമ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. കാരണം എണ്ണ ഇത് കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ അതിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബാച്ചും 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബാച്ച് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മുരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചക്കക്കുരു ഫ്രൈ ആണ് എല്ലാവർക്കും ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊന്നും ചക്കക്കുരു ഫ്രൈ ഒന്നും ഇഷ്ടം വാറില്ല. ചക്കക്കുരുവിയുടെ ഓരോ ഐറ്റംസ് അവർ കഴിക്കാറില്ല. പക്ഷെ അവർക്കൊക്കെ അത് കൊടുക്കുമ്പോൾ അവർക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കും. അവർക്കൊക്കെ എല്ലാം ഇഷ്ടമാവും. ഈ ഒരു ചക്കക്കുരു ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു ചിക്കൻ ഫ്രൈഡേയോ ഫിഷ് ഫ്രൈഡേയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതന്നെ മതി. പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കറി മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നമുക്കിത് പിന്നെ ഇതിൻ്റെ ഉൾവശം ഒന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശം കണ്ടോ നല്ല സോഫ്റ്റായിട്ടും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, യാതൊരു സംശയം വേണ്ട. ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്തോളിയും. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല അടിപൊളി വിഭവം തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.